ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് നക്ഷത്രജാലത്തിലൂടെ പൂരുരുട്ട നക്ഷത്രത്തിൻ്റെ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെ മാറ്റങ്ങളും ഗുണദോഷങ്ങളും ഒക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് പറയട്ടെ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. വർഷം മധ്യത്തിന് ശേഷം കാലം കൂടുതൽ അനുകൂലമാകുന്നതാണ്. അത് പകുതിക്ക് ശേഷം വരവ് ചെലവ് കണക്കുകൾ പൊരുത്തപ്പെട്ടു പോകും. ദാനകർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കും. സുഖത്തിനും ആഡംബരത്തിനും പണം ചിലവഴിക്കും. വാക്ക് തർക്കങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറും. നല്ല കാര്യം. വസ്തുനിഷ്ഠമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും. എന്നാൽ അലസത മൂലം തൊഴിൽ രംഗത്ത് നഷ്ടം സംഭവിക്കാനിടയുണ്ട്. അർഹതയില്ലാത്ത പണം കിട്ടിയെന്ന് വരും. കൂട്ടു ബിസിനസ് നഷ്ടത്തിനിട വരുത്തുന്നതാണ്. മാതൃഗുണം കൂടും. അടുത്ത സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ രോഗം പിടിപെടുന്നതാണ്. കുടുംബത്തിൽ വേർപാട് അനുഭവപ്പെടാനിടയുണ്ട്. ആൾക്കാരുമായി മെച്ചപ്പെട്ട സൗഹൃദം ഉണ്ടാക്കുന്നതിന് ശ്രമിക്കും. പുതിയ സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനിടയുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ കാണുന്നു. കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കും. സഹപ്രവർത്തകരുമായി അകലുവാനിടയുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ഈശ്വരചിന്ത കൂടുതലായി കാണുന്നു. കുടുംബത്തിൽ ജനനഭാഗ്യം കാണുന്നു. അതായത് കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതായിട്ട് കാണുന്നു. ചതുർഗ്രഹയോഗമുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ നക്ഷത്രത്തിൻ്റെ മാറ്റങ്ങളും ഗുണദോഷങ്ങളുമൊക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.